വിളിച്ച് പറഞ്ഞ എന്താന്ന് വെച്ചാല് ആകെ ഇതില് ടോട്ടലി എന്താ പറയണെന്ന് വെച്ചാല് നമ്മളെ മെമ്മറിയിൽ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണ്. ഇതില് ചിലര് പറയുന്നത് ലോങ് ടേം മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി അങ്ങനെ പറയുന്നുണ്ട്. ആകെ എല്ലാവരുടെ തിയറിയിലും കോമൺ ആയിട്ട് ഒരേ സംഭവമാണ് പറയുന്നത്, ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. അപ്പൊ അതെന്താന്ന് നോക്കാം. നമ്മളെ ഈ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡലിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാല് അത് നമുക്ക് വിദ്യാഭ്യാസത്തിലും അതുപോലെ ചികിത്സയിലും നമ്മളെ AI-യിലൊക്കെ അത് ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളതാണ് അതിന്റെ എന്താ പറയാ, അതിന്റെ ഒരു പ്രാധാന്യം അതാണ്. വിദ്യാഭ്യാസത്തില് നമുക്ക് കുട്ടികളുടെ പഠന രീതിയൊക്കെ അതൊക്കെ മനസ്സിലാക്കിയിട്ട് അവരുടെ മെമ്മറി മെച്ചപ്പെടുത്താനുള്ള വിദ്യകളൊക്കെ വികസിപ്പിക്കാൻ ഇതുകൊണ്ട് സഹായിക്കും. അതേപോലെ റെജിന ഇപ്പൊ ഇത് ഷെയർഡാണ്. ഇത് തന്നെയാണ് സെക്കൻഡ് വൺ. ഓക്കെ, ഇതില് ഒന്ന് എഡ്യൂക്കേഷനിൽ പറഞ്ഞു. ഇപ്പം അതുപോലെ തെറാപ്പിയിൽ, നമ്മളെ ചികിത്സയിൽ ഓർമ്മയിലെ തകരാറുകൾ കണ്ടെത്താനും ബുദ്ധിശക്തി മെച്ചപ്പെടുത്താനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ അതിലെങ്ങനെയാന്ന് വെച്ചാൽ നമ്മളെ മാനസിക പ്രക്രിയകൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ നോക്കിയിട്ട് അതിനെ രൂപപ്പെടുത്തുന്നതിനൊക്കെ പ്രചോദനം നൽകുന്നുണ്ട് ഈ ഒരു സ്റ്റഡി. നമ്മളെ ഇൻഫർമേഷൻ പ്രോസസ്സിങ്ങിന്റെ മോഡൽസിലുള്ള സ്റ്റഡി ഇതിനൊക്കെ സഹായിക്കുന്നുണ്ട്. ഇതിന്റെ മെയിൻ ലക്ഷ്യങ്ങൾ എന്താന്ന് വെച്ചാല്, ഓക്കെ തേർഡ് ചെയ്ത് വെച്ചോളിട്ടോ മാം. ഇതിലെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. മനുഷ്യരുടെ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് രീതികളെ വിശദമായി പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ ഒന്ന് ഷോർട്ട് ടേം, ലോങ് ടേം മെമ്മറി എന്നിവയുടെ ഭേദങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. നമ്മൾ ഈ ചാപ്റ്ററിലൂടെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എയിം ചെയ്യുന്നത് കേട്ടോ. മനുഷ്യരുടെ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് രീതികളെ വിശദമായി പഠിക്കുക, അതുപോലെ ഷോർട്ട് ടേം, ലോങ് ടേം മെമ്മറി എന്നിവയുടെ ഭേദങ്ങൾ തിരിച്ചറിയുക, പിന്നെ പ്രോസസ്സിങ്ങിന്റെ ആഴം, ഓർമ്മശക്തിക്ക് എങ്ങനെ പ്രാധാന്യം ഉള്ളതാണെന്നൊക്കെ മനസ്സിലാക്കുക. അങ്ങനെ ഓക്കെ. ഇനി നമുക്ക് ഈ ഒരു സ്ലൈഡിലൂടെ പോവാം. ഫസ്റ്റ് വോ ആൻഡ് നോർമാൻസ് മോഡലാണ് പറയുന്നത് കേട്ടോ. നോർമാൻസും അവര് ഉണ്ടാക്കിയ തിയറിയാണ്. ഒന്ന് പ്രൈമറി ആൻഡ് സെക്കൻഡറി മെമ്മറിയാണ്. ഇവർ രണ്ടെണ്ണേ പറയണുള്ളൂ. നമ്മൾ സ്റ്റോർ ചെയ്യണത് പ്രൈമറി ആൻഡ് സെക്കൻഡറി മെമ്മറി എന്നാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ പ്രൈമറി മെമ്മറി, അത് ഷോർട്ട് ടേം മെമ്മറി ആണ്. ടെമ്പററി സ്റ്റോറേജ് ഫോർ ഇൻഫർമേഷൻ കറന്റ്ലി ഇൻ യൂസ്. അതിൽ ലിമിറ്റഡ് കപ്പാസിറ്റി ആണ്, ലിമിറ്റഡ് ഡ്യൂറേഷനും ആണ്. അതിൽ താൽക്കാലികമായിട്ടാണ് വിവരങ്ങൾ സൂക്ഷിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു ഫോൺ നമ്പർ പെട്ടെന്ന് ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞു തരുമ്പോൾ അതൊന്ന് ഓർമ്മയിൽ കുറച്ചു നേരം ഒന്ന് സൂക്ഷിച്ചു വെച്ചിട്ട് പിന്നെ ഡയൽ ചെയ്തതിന് ശേഷം മറന്നു പോകുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതാണ് പ്രൈമറി മെമ്മറിയിൽ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോകുന്നത് പ്രൈമറി മെമ്മറിയിൽ മാത്രം വെക്കുന്നതുകൊണ്ടാണ്. നെക്സ്റ്റ് സെക്കൻഡറി മെമ്മറിയാണ്, ലോങ് ടേം ആണ്. അതിന്റെ വിർച്വലി അൺലിമിറ്റഡ് കപ്പാസിറ്റി ആണ്, അതുപോലെ ലോങ് ടേം സ്റ്റോറേജും ആണ്. ചൈൽഡ്ഹുഡ് മെമ്മറീസ്, പിന്നെ നമ്മളെ സ്കില്ലുകള്, ജനറൽ നോളജുകളൊക്കെ നമ്മള് മുമ്പെങ്ങോ കാണാണ്ട് പഠിച്ച എന്താ പറയാ ഫോൺ നമ്പേഴ്സ് ഒക്കെ ചിലപ്പോൾ നമുക്കിപ്പോ ഓർത്തെടുക്കാൻ പറ്റും. അതേപോലെ നമ്മളെ ചൈൽഡ്ഹുഡിലൊക്കെ നടന്ന വല്ല മറക്കാൻ പറ്റാത്ത അതൊക്കെ ഈ സെക്കൻഡറി മെമ്മറിയിൽ സൂക്ഷിച്ചത് കൊണ്ടാണ് നമുക്ക് വീണ്ടും എടുക്കാൻ പറ്റുന്നത്. സ്കില്ല് പറയുകയാണെങ്കിൽ നമ്മൾ ഡ്രൈവിങ്, അതേപോലെ നീന്തൽ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ നന്നായിട്ട് പഠിച്ച കാര്യം പിന്നെ കുറച്ചു കാലത്തേക്ക് അത് നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ പോലും വീണ്ടും അത് എടുക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഇത് സെക്കൻഡറി മെമ്മറിയിലായതുകൊണ്ടാണ്. പിന്നെ ജനറൽ നോളജ്, നമുക്കിപ്പോൾ നമ്മുടെ ജില്ല ഏതാണെന്നോ അല്ലെങ്കിൽ തലസ്ഥാനം ഏതാന്നൊക്കെ പറയണ അങ്ങനത്തെ ഒക്കെ ഓർത്ത് വെക്കുന്നതൊക്കെ നമുക്ക് എത്ര കാലം കഴിഞ്ഞാലും ഓർത്തെടുക്കാൻ പറ്റുന്നത് സെക്കൻഡറി മെമ്മറിയിലേക്ക് സൂക്ഷിച്ചു വെച്ചതുകൊണ്ടാണ്. അതിന്റെ ഒരു സെക്കൻഡറി മെമ്മറിയിലേക്ക് എന്തുകൊണ്ടാണ് അത് പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. റിഹേഴ്സൽ പ്രോസസ്സ്. അത് എങ്ങനെയാന്ന് വെച്ചാല് നമ്മള് പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിലേക്ക് വിവരങ്ങൾ കൈമാറാൻ ആവർത്തനം ആവശ്യമാണ്. ഇപ്പോ അതുപോലെ അതൊന്ന് ഒരാളെ കണക്ട് ചെയ്തുകൊണ്ടൊക്കെ ഓർത്ത് വെക്കുകയാണെങ്കിൽ നമുക്കത് ഓർത്ത് വെക്കാൻ എളുപ്പമാണെന്നാ പറയണത്. നമ്മളിപ്പോ ഒരാളെ പരിചയപ്പെടുമ്പം ആ ആളെ പേര് പെട്ടെന്ന് നമ്മളെ മൈൻഡിലേക്ക് കയറില്ല. പക്ഷെ
നമ്മളത് വേറൊരാളെ പേര് ഇട്ട് നമുക്ക് മുന്നേ അറിയണ ഒരാളെ പേര് ഇട്ടൊക്കെ ഇട്ട് അയാളെ പേരും ഇതാണല്ലോ എന്ന് അങ്ങനെ ഓർത്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ നമ്മൾ ബൈഹാർട്ട് ചെയ്യണ സംഭവങ്ങള് ഒരുപാട് തവണ ബൈഹാർട്ട് ചെയ്യുന്നതിനേക്കാളും അതിന്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് മുമ്പുള്ള അറിവിനായിട്ടും കണക്ട് ചെയ്തിട്ടൊക്കെ നമ്മൾ ഓർത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ലോങ് ടേം മെമ്മറിയിലേക്ക് അത് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. ഇതാണ് അതിലെ മാറ്റം. പ്രൈമറി മെമ്മറിയിൽ നിന്ന് അത് പെട്ടെന്ന് പോകുന്നതാണ്. ഇനി അടുത്തത് ഇത് നമ്മളിപ്പോ പറഞ്ഞത് വോ ആൻഡ് നോർമൻസ് മോഡലാണ്. ഇനി നെക്സ്റ്റ് വണ് ആറ്റ്കിൻസൺ ആൻഡ് ഷിഫ്രിൻ സ്റ്റേജ് മോഡലാണ്. ഓക്കെ, അവര് ഇപ്പൊ നേരത്തെ രണ്ട് ഇതാന്ന് പറഞ്ഞത് ആണ് വോ ആൻഡ് നോർമൻ പറഞ്ഞത്. പക്ഷെ ആറ്റ്കിൻസൺ ആൻഡ് ഷിഫ്രിൻ സ്റ്റേജില് 3 ഘട്ടങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് സെൻസറി മെമ്മറിയും, രണ്ടാമത്തെ ഷോർട്ട് ടേം മെമ്മറിയും, മൂന്നാമത്തെ ലോങ് ടേം മെമ്മറിയാണ് പറയുന്നത്. ഈ സെൻസറി മെമ്മറിയിൽ ഇതാ ദ ഇനിഷ്യൽ സ്റ്റേജ് ബ്രീഫ്ലി ഹോൾഡിംഗ് റോ സെൻസറി ഇൻപുട്ട്, ലാർജ് കപ്പാസിറ്റി ആണ്, പക്ഷെ എന്താണ് വെരി ഷോർട്ട് ഡ്യൂറേഷൻ ആണ്, ലെസ് ദാൻ 2 seconds എന്നാ പറയണേ. ഇതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ശരിക്കും നമ്മള് ഒരു യാത്ര എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നമ്മളെ പിന്നിൽ ഒരാൾ ഹോൺ അടിച്ചാൽ നമ്മളത് പെട്ടെന്ന് സെൻസ് ചെയ്യും. പക്ഷെ നമുക്ക് കൊടുക്കാനോ എന്തോ ആണ് എന്നുള്ളത് അതൊക്കെ സെൻസ് ചെയ്യും. പക്ഷെ ആ ഒരു സ്റ്റിമുലസ് എൻഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മളത് മറക്കുകയും ചെയ്യും. കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ ഉദാഹരണം അല്ലേ? അതേപോലെ രണ്ടാമത് അവർ പറയുന്നത് ഷോർട്ട് ടേം മെമ്മറിയാണ്. സെൻസറി മെമ്മറിയിൽ കുറച്ച് സെക്കൻഡ്സേ നിൽക്കുള്ളൂ, പക്ഷെ ഷോർട്ട് ടൈം മെമ്മറിയിൽ കുറച്ചുകൂടെ അധികം നിൽക്കും. ഇവരുടെ ഒരു ലക്കി നമ്പറാണ് 37 എന്ന് പറയുന്നത്. അതിന്ന് 7+2 അല്ലെങ്കിൽ 7-2 കാര്യങ്ങളെ നമുക്ക് ഒറ്റ സമയത്ത് ഇങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതിന് 15 to 30 സെക്കൻഡ് റിഹേഴ്സൽ ഒന്നും കൂടാതെ നമുക്ക് ഓർത്ത് വെക്കാനൊന്നും പറ്റുള്ളൂ എന്നും ഇവര് പറയുന്നുണ്ട്. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോ പിന്നെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് സാധനം വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് നമുക്കൊരു നീണ്ട ലിസ്റ്റ് ഒന്ന് കിട്ടുന്നത്. അപ്പൊ നമ്മളിങ്ങനെ എടുത്തിട്ട് ഒന്ന് നോക്കും. ആ നോക്കുന്ന സമയത്ത് നമ്മളൊരു 10 എണ്ണമൊക്കെ ഇങ്ങനെ ഒറ്റയടിക്ക് നോക്കി സാധനങ്ങൾ മറന്നു എടുത്തിട്ടുണ്ടാവുള്ളൂ. ഇവര് പറയണ മാക്സിമം ഒരു 9 ഐറ്റമൊക്കെ നമുക്ക് അങ്ങനെ നോക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ശരിക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ശരി തന്നെയാണ്. നമ്മൾ എടുത്തിട്ടാലോ നമ്മൾ വീണ്ടും നോക്കും നമ്മൾ മറന്നോ എന്തെങ്കിലും ഉള്ളത് അല്ലെ? ഇതായിട്ട് ഇവര് പറയണത്. പിന്നെ എ വർക്ക് സ്പേസ് ഫോർ ആക്റ്റീവ് തിങ്കിങ്, അറ്റ് പ്രസന്റിലുള്ള പിന്നെ തിങ്കിങ്ങിനുള്ള ഒരു സ്പേസ് ആണ് ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത്. അവര് പറയുന്ന തേർഡ് വണ് ലോങ് ടേം മെമ്മറിയാണ്. അത് ഓർമ്മയിലെ സ്ഥിര സമീപനം, പെർമനന്റ് സ്റ്റോറേജ് ഫോർ മീനിങ് ഇൻഫർമേഷൻ, പൊട്ടൻഷ്യലി അൺലിമിറ്റഡ് കപ്പാസിറ്റി ആൻഡ് ഡ്യൂറേഷൻ. അവരെ അൺലിമിറ്റഡ് കപ്പാസിറ്റിയാണ്, അൺലിമിറ്റഡ് ഡ്യൂറേഷനുമാണ്. നമ്മള് അതുപോലെ നമ്മളെ അനുഭവങ്ങൾ, സ്കിൽസ് ഒക്കെ ഇതിലാണ് സ്റ്റോർ ചെയ്യുന്നത്. നേരത്തെ വോ ആൻഡ് നോർമൻസില് അവര് പറഞ്ഞതും സെയിം തിങ്സ് തന്നെയാണ്. ഓക്കെ, അതിന്റെ ഇവര് ഈ ഒരു സെൻസറി മെമ്മറിന്ന് ഷോർട്ട് ടേമിലേക്കും ഷോർട്ട് ടേമിൽ നിന്ന് ലോങ് ടേമിലേക്കും എങ്ങനെയാണ് അത് അതിന്റെ ഒരു പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാല് അറ്റൻഷന്, റിഹേഴ്സല്, അതുപോലെ റിട്രൈവൽ, മൂവ് ഇൻഫോർമേഷൻ ബിറ്റ്വീൻ സ്റ്റേജസ് എന്ന് പറഞ്ഞാല് നമ്മൾ ശ്രദ്ധ നന്നായിട്ട് സെൻസറി മെമ്മറി ശ്രദ്ധാപൂർവം സ്വീകരിച്ചാൽ മാത്രമേ ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് പോവുള്ളൂ. എന്നിട്ട് അവിടെ നിന്ന് റിഹേഴ്സൽ നടത്തണം. വിവരങ്ങൾ വീണ്ടും ഇങ്ങനെ ആവർത്തിച്ച് ഒന്നുകിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുക അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്താലേ അത് ലോങ് ടേം മെമ്മറിയിലേക്ക് പോവുള്ളൂ. ഈ ലോങ് ടേം മെമ്മറിയിൽ സൂക്ഷിച്ച വിവരങ്ങൾ ഒരു പ്രയോഗത്തിന് എന്തെങ്കിലും കാര്യങ്ങൾക്ക് പ്രയോഗിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എടുത്താല് അത് അവിടെയും വർക്കാവുള്ളൂ. ഓക്കെ, ഇതില് ലോങ് ടേം മെമ്മറിയിലാണ് നമ്മളെ പഴയകാല ഓർമ്മകള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വെക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇതിന്റെ ഒരു ഫങ്ഷൻസ് ഒക്കെ പറയുന്നത്. ഇനി അടുത്തത് അറ്റ്കിൻസൺ ആൻഡ് ഷിഫ്രിൻ.
ഓക്കെ. മാം അതിന്റെ മുന്നത്തെ അതൊന്നുകൂടെ ഇട്ടോളെ, പ്രോസസ്സിങ്ങിന്റെ ആഴം. ഓക്കെ, ഇത് കഴിഞ്ഞു മാം. അതോ അടുത്തതാണോ? അല്ല, അടുത്ത് ക്രേക്ക് ആൻഡ് ഓവർവ്യൂ ലോക്ക്. ആണോ അതോ സെൻസറി മെമ്മറി ആണോ? ആറ്റ്കിൻസന്റെ നമ്മൾ 3 ഇല്ലേ? അതെ, അതൊന്നുകൂടി വിശദീകരിച്ച് പറയാനുള്ളത് പറയാല്ലേ, വിശദീകരിച്ച് പറയാം. ഓക്കെ, ഒന്ന് ഫസ്റ്റ് സെൻസറി മെമ്മറി, അതിന്റെ തൊട്ട് മുകളിലത്തെ. അതിന്റെ മുകളിലത്തെ. ഓക്കെ ഓക്കെ. ഇത് സെൻസറി മെമ്മറി. അല്ല, ഇത് തൊട്ട് താഴെ. ഓക്കെ, ഇതിൽ അതിന്റെ ഡെഫിനിഷൻ പറയുന്നുണ്ട്. പിന്നെ ടൈപ്സ് ഓഫ് സെൻസറി മെമ്മറി, ആ സെൻസറി മെമ്മറിന്റെ ടൈപ്സ് എന്തൊക്കെയാ പറയുന്നുണ്ട്. പിന്നെ കപ്പാസിറ്റി ആൻഡ് ഡ്യൂറേഷൻ പറയുന്നുണ്ട്. പിന്നെ അതിന്റെ റോൾ എന്താന്ന് പറയുന്നുണ്ട്. ഇതൊന്നും അത്ര വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഫസ്റ്റ് സെൻസറി മെമ്മറിയാണ്. അതില് സെൻസറി ഇൻപുട്ടുകൾ കുറച്ചു നേരം മാത്രമാണ് സൂക്ഷിക്കപ്പെടുന്നുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സംഭവം തന്നെയാണ്. ഇതിൽ ടൈപ്സ് ഓഫ് സെൻസറി മെമ്മറി അത് 3 ഒന്ന് ഇതാ ഐക്കോണിക് ഉണ്ട്, അത് നമ്മൾ വിഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ എക്കോയിക് ഉണ്ട്, നമ്മളെ ഓഡിറ്ററി, നമ്മൾ കേൾക്കുന്ന സംഭവങ്ങൾ. പിന്നെ ഹാപ്റ്റിക്, നമ്മൾ അനുഭവിക്കുന്ന സംഭവങ്ങൾ. ഇതില് കപ്പാസിറ്റി ഡ്യൂറേഷൻ പറയുന്നത് സെൻസറി മെമ്മറി ഹാസ് എ ലാർജ് കപ്പാസിറ്റി ബട്ട് വെരി ഷോർട്ട് ഡ്യൂറേഷൻ. മില്ലി സെക്കൻഡ്സ് വിഷ്വലിനുള്ളൂ, അതേപോലെ ഫ്യൂ സെക്കൻഡ്സേ ഓഡിറ്ററിക്കുള്ളൂ. നമ്മള് ഒരു യാത്രേനെ തന്നെ ഇതിനൊരു ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ, നമ്മളൊരു എന്താ പറയാ, ഒരു ടൂറ് പോകുമ്പോൾ നമ്മളിങ്ങനെ പോണ വഴിയിൽ പലതും കാണും. ആ കാണുന്നൊക്കെ നമ്മൾ ജസ്റ്റ് ആസ്വദിക്കും, അത് ആ സ്ഥലം കഴിഞ്ഞാൽ നമ്മൾ മറക്കും. പക്ഷെ നല്ലൊരു വ്യൂ പോയിന്റ് ഒക്കെ കണ്ടിട്ട് നമ്മൾ നിർത്തി, അപ്പം അവിടെയും കുറെ കാണും. പക്ഷെ അതിന്ന് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് ഭയങ്കര നന്നായിട്ട് ആസ്വദിച്ചത് നമുക്ക് പിന്നെയും യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നാലും കുറച്ചു കാലം കഴിഞ്ഞാലൊക്കെ ഓർക്കാൻ പറ്റും. അപ്പൊ ഇതിൽ 3 നടക്കണുണ്ട്. നമ്മള് എന്താ പറയാ, സെൻസറിയും നടക്കണുണ്ട്, ഷോർട്ട് ടേം നടക്കണുണ്ട്, ലോങ് ടേം നടക്കണുണ്ട്. ഈ എക്സാമ്പിള് എല്ലാവരും ഒന്ന് അവനവന്റെ ലൈഫിലേക്ക് ഒന്ന് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും എന്ന് വിചാരിക്കണേ. ഓക്കെ, നെക്സ്റ്റ് മാം, ഷോർട്ട് ടേം മെമ്മറി. ഷോർട്ട് ടൈം മെമ്മറി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ലിസ്റ്റ് ഓർക്കുന്നത് എങ്ങനെയാന്നുള്ളത്. അതിന്റെ ഡ്യൂറേഷനും മെയിൻ്റനൻസും അതിൽ പറയണത് ഒരു 15 to 30 സെക്കൻഡ്. അത്രേ നമുക്ക് അതിൽ ഒരു റിഹേഴ്സൽ ഒന്നും ഇല്ലാതെ ഒരു കാര്യം, ഒരു ലിസ്റ്റ് ഓർക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. ഓക്കെ, പിന്നെ അതിന്റെ വർക്കിംഗ് മെമ്മറി ഡിസ്ക്രൈബ് HTM ആസ് ആൻ ആക്റ്റീവ് വർക്ക് സ്പേസ്, നോട്ട് ജസ്റ്റ് സ്റ്റോറേജ്. ഇതൊരു സ്റ്റോറേജിനുള്ളതല്ല, ജസ്റ്റ് നമ്മൾ ആ ആക്റ്റീവ് വർക്ക് സ്പേസിനുള്ള, അപ്പൊ നമുക്ക് എന്താണോ ഓർത്ത് വെക്കേണ്ടത് അതിനുള്ളൊരു വർക്ക് സ്പേസ് ആണ്, അല്ലാതെ സ്റ്റോറേജിനുള്ളത് അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അതില് വെർബലും വിഷ്വലും ഒക്കെ വരും. നെക്സ്റ്റ് ലോങ് ടേം, നമ്മൾ ഓർമ്മയിൽ സ്ഥിരമായിട്ട് സൂക്ഷിച്ചു വെക്കുന്നത്. അത് 3 പറയുന്നുണ്ട്, 3 തരംതിരിച്ചിട്ടുണ്ട്. ലോങ് ടേമിൽ സെമാൻറ്റിക് മെമ്മറി, അതുപോലെ എപ്പിസോഡിക് മെമ്മറി, പിന്നെ പ്രൊസീജിയറൽ മെമ്മറി. ഈ സെമാൻറ്റിക് മെമ്മറിയിൽ പൊതുവായിട്ടുള്ള അറിവുകളാണ് വരുന്നത് കേട്ടോ. അതില് ഇതാ ഒരു പാരീസ് ഇസ് ദ ക്യാപിറ്റൽ ഓഫ് ഫ്രാൻസ്, ഇതൊക്കെ നമ്മൾ പഠിച്ചു വെച്ചാല് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കില്ല, ജനറൽ നോളജസ്, അതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനാണ് സെമാൻറ്റിക് മെമ്മറി എന്ന് പറയുന്നത്. അടുത്തത് എപ്പിസോഡിക് മെമ്മറി. എപ്പിസോഡിക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കാലഘട്ടം എന്നാണല്ലോ അല്ലെ. ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെക്കുന്നതിനെ പറയണത്. അത് നമ്മളെ വ്യക്തിഗത അനുഭവങ്ങളായിരിക്കും, എന്തെങ്കിലും പഴയകാല ഓർമ്മകൾ, അല്ലെങ്കിൽ നമ്മളിപ്പോ ലാസ്റ്റ് പോയ ട്രിപ്പ്, അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് ബർത്ത്ഡേ, അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ പോയത്, ഇങ്ങനെയൊക്കെ നമ്മൾ എന്നും ഓർക്കുന്ന കുറച്ച് ഒരു ടൈമില് എപ്പിസോഡിൽ ഓർത്ത് വെക്കുന്ന കാര്യങ്ങൾ എപ്പിസോഡിക് മെമ്മറി. പിന്നെ പ്രൊസീജിയറൽ മെമ്മറി, അതിൽ പറയണത് നമ്മളെ സൈക്കിൾ ഓടിക്കുക, അതുപോലെ ഡ്രൈവ് ചെയ്യണതൊക്കെ, നമ്മള് സ്വിം ചെയ്യണതൊക്കെ, അത് നമ്മൾക്കൊരു സ്കില്ലും, നമ്മളെ എന്താണ് സ്കിൽ ആൻഡ് ഹാബിറ്റ് ആണ്. നമ്മൾ ഒരു കാലത്ത് നന്നായിട്ട് ചെയ്ത ആ ഒരു കാര്യം പിന്നെ നമ്മളത് മറക്കൂല ശരിക്കും. കുറെ കാലം അത് ചെയ്യാണ്ടിരുന്നാലും നെക്സ്റ്റ് തുടങ്ങുന്ന സമയത്ത് ചെറിയൊരു ലാഗേ ഉണ്ടാവുള്ളൂ, പക്ഷെ നമുക്കത് ചെയ്യാൻ പറ്റും. വീണ്ടും കുറച്ച് ദിവസം ചെയ്യുമ്പോൾ അത് നന്നായിട്ട് ചെയ്യാൻ പറ്റും. അതാണ് പ്രൊസീജിയറൽ മെമ്മറി.
ഓക്കെ ഓക്കെ നെക്സ്റ്റ് ഇനി നമ്മള് രണ്ടുപേര് ക്രെയ്ക്ക് ആൻഡ് ലോക്ക്ഹാർട്ടിന്റെ ലെവൽസ് ഓഫ് പ്രോസസ്സിംഗ് ആണ്. അതില് സ്ട്രക്ചറൽ പ്രോസസ്സിംഗ് പറയുന്നുണ്ട്, ഫോണമിക് പ്രോസസ്സിംഗ് പറയുന്നുണ്ട്, സെമാൻറ്റിക് പ്രോസസ്സിംഗ് പറയുന്നുണ്ട്. ഈ സ്ട്രക്ചറൽ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാല് ഇത് ലൈക്ക് നോട്ടീസിങ് അപ്പർ കേസ് ഓർ ലോവർ കേസ് ലെറ്റേഴ്സ് ഓർ ഷേപ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മളിപ്പോ ഈ ഒരു ഫോണ്ട് കാണുമ്പോൾ തന്നെ ഇത് നമ്മൾ എങ്ങനെയൊക്കെ നോക്കും, പലരും പല രീതിയിലായിരിക്കും ഇതിനെ ഓർത്ത് വെക്കുക. ചിലര് ലോവർ കേസ് ആണെന്നോ അപ്പർ കേസ് ആണെന്നൊക്കെ ഉള്ള രീതിയിലാണ് നമ്മൾ ഓരോന്നിനെയും നോക്കുക. അതാണ് സ്ട്രക്ചർ. അതിന്റെ ഒരു സ്ട്രക്ചർ നോക്കിയിട്ടാണ് നമ്മൾ ഓർത്ത് വെക്കുക എന്നുള്ളതാണ് സ്ട്രക്ചറൽ പ്രോസസ്സിംഗിൽ പറയണത്. നെക്സ്റ്റ് ഫോണമിക് പ്രോസസ്സിംഗ്, അത് നമ്മൾ ശബ്ദത്തെ കേന്ദ്രീകരിച്ചുള്ളതാണ്. ഈ കാണുന്നതല്ല, നമ്മൾ ഇതിങ്ങനെ ഉച്ചരിക്കൂല, കാറ്റ് ആൻഡ് ഹാറ്റ്, അങ്ങനെ ഉച്ചരിക്കുന്ന സമയത്ത് അത് ഒരുപോലെ എങ്ങനെ ഉച്ചരിക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയിട്ട് ഓർത്ത് വെക്കുമല്ലോ കുറെ കാര്യങ്ങൾ. അത് കാറ്റ് ആൻഡ് ഹാറ്റ് എന്നൊക്കെ ഉള്ളത് നമ്മൾ നോക്കിയിട്ടല്ല, നമ്മളിങ്ങനെ പറഞ്ഞു വെക്കും അങ്ങനത്തെ കുറെ വാക്കുകൾ. അതാണ് ഫോണമിക് പ്രോസസ്സിംഗ്. നെക്സ്റ്റ് വൺ സെമാൻറ്റിക് പ്രോസസ്സിംഗ്. അത് അർത്ഥത്തിലാണ് അത് കേന്ദ്രീകരിക്കുന്നത് കേട്ടോ. ദ ഡീപ്പസ്റ്റ് ലെവൽ അനലൈസസ് മീനിങ് ആൻഡ് ക്രിയേറ്റ്സ് അസോസിയേഷൻസ്, പല ബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ മീനിങ് മനസ്സിലാക്കിയിട്ടോ, റിലേറ്റിംഗ് ന്യൂ ഇൻഫർമേഷൻ ടു എക്സിസ്റ്റിംഗ് നോളജ്, നമ്മളെ പഴയ അറിവിലേക്ക് പുതിയ അറിവിനൊന്ന് കണക്ട് ചെയ്തിട്ടൊക്കെ ഓർത്ത് വെക്കുന്നതിനെയാണ് സെമാൻറ്റിക് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മളിപ്പം ആപ്പിൾ എന്ന് കേൾക്കുമ്പം നമ്മളെ മനസ്സിൽ APPLE ഒന്നും അല്ല വരിക, ആദ്യം വരിക ആപ്പിൾ എന്നുള്ള ആ ഒരു പിക്ചറാണ് വരിക. അതാണ് സെമാൻറ്റിക് പ്രോസസ്സിംഗ്. പലതും പലതരത്തിലാണ് നമ്മൾ ഓർത്ത് വെക്കുന്നത് എന്നാ പറയുന്നത്. ചിലത് അതിന്റെ സ്ട്രക്ചർ നോക്കിയിട്ടാണ്, ചിലത് അതിന്റെ ഫോണമിക് നോക്കിയിട്ടാണ്, ചിലത് അതിന്റെ ആ ഒരു ആകൃതി. നമ്മള് ആപ്പിൾ എന്ന് പറയുമ്പം ആപ്പിള് ഓർക്കണ പോലെ ആണ് നമ്മളെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നതിന്റെ ഓരോ പ്രോസസ്സിംഗ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് സെൽഫ് റെഫറൻസ് എഫക്റ്റ്. ഇതിൽ പറയണ എന്താന്ന് വെച്ചാല് നമ്മളെ വ്യക്തിഗത അനുഭവങ്ങളായിട്ട് നമ്മളൊരു കാര്യത്തിനെ ബന്ധപ്പെടുത്തിയാൽ ഓർമ്മയിൽ കൂടുതൽ നേരം നിലനിൽക്കും എന്നാണ്. നമ്മൾ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞു, നമ്മളൊരാളെ പരിചയപ്പെടുമ്പം അത് നമുക്ക് മുമ്പ് അറിയണ ഒരാളുടെ പേരുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് വേഗം മനസ്സിലാവും. ഓക്കെ, അല്ലെങ്കിൽ നമ്മളിപ്പോ ഞാനൊരു ഉദാഹരണം പറയാറുണ്ട്. എൻ്റെ മോന്റെ ബർത്ത്ഡേ സെപ്റ്റംബർ 11 അന്നാണ് വേൾഡ് ട്രേഡ് സെന്റർ, അതിന്റെ മുന്നത്തെ ഇയറിലാണ് വേൾഡ് ട്രേഡ് സെന്റർ തകർന്നത്. പക്ഷെ ഈ സെപ്റ്റംബർ 11 ഞാൻ ഓർക്കാന് അങ്ങനെയാണ് ഒന്ന് കണക്ട് ചെയ്ത് വെച്ചത്. അതേപോലെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ പെട്ടെന്നത് ഓർമ്മയിൽ കൂടുതൽ കാലം നിലനിൽക്കും എന്നാണ് പറയുന്നത്. ഓക്കെ മാം, നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് വണ് കണക്ഷനിസ്റ്റ് മോഡൽ ഓഫ് മെമ്മറി. നമ്മൾ അത് റൂമൽ ഹാറ്റ് ആൻഡ് മെക്ലെലൻഡ് ആണ്. ഇതിലൊരു ഒരു കണക്ഷനിസ്റ്റ് മോഡൽ എന്ന് പറയുമ്പോൾ തന്നെ ആ പേര് തന്നെ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ, ഒരു കണക്ഷൻ കൊടുത്തിട്ടാണ് നമ്മൾ ഓരോന്നിനെ ഓർക്കുന്നത് എന്നുള്ളത്. അതിൽ രണ്ട് കാര്യമാണ് പറയുന്നത്. ഒന്ന് പാരലൽ പ്രോസസ്സിങ്ങും സ്ട്രെങ്ത് ഓഫ് കണക്ഷനും ആ പറയുന്നത് മെയിൻലി. ഈ പാരലൽ പ്രോസസ്സിങ് ശരിക്കും എന്താണ്? അൺലൈക്ക് സീക്വൻസ് മോഡൽ, കണക്ഷനിസ്റ്റ് സിസ്റ്റം പ്രോസസ് ഇൻഫോർമേഷൻ ഇൻ പാരലൽ, ആക്ടിവേറ്റിംഗ് മൾട്ടിപ്പിൾ നോഡ്സ് കൺകറന്റ്ലി. ദിസ് മിമിക്സ് ദ ബ്രെയിൻസ് റാപ്പിഡ് റിട്രൈവൽ ആൻഡ് അസോസിയേഷൻ ഓഫ് മെമ്മറീസ്. ഇതിൽ ഫസ്റ്റ് എന്താന്ന് വെച്ചാൽ ഒരേ സമയം നമ്മൾ നിരവധി ആശയങ്ങൾ നമുക്ക് വരും. ഇപ്പൊ നമ്മളൊരു ബീച്ച് എന്നൊക്കെ പറയുമ്പം എന്താ ബീച്ച് എന്ന് പറയുമ്പോൾ വരിക നമുക്ക് കടല്, തിരമാല, പിന്നെ അതിലെ കര, മണല്, അവിടെ കുറെ ആളുകള്, ഇങ്ങനെ കുറെ കണക്ട് ചെയ്ത് അതിന്റെ പാരലായിട്ട് കുറെ സംഭവങ്ങൾ നമ്മളെ മൈൻഡിലേക്ക് ഇങ്ങ് വരും. അതാണ് ആ പാരലായിട്ട് കുറെ കാര്യങ്ങൾ നമ്മളെ മെമ്മറിയിലേക്ക്, ഒരു കാര്യം ഓർക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ വരുന്നതിനാണ് പാരലൽ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അടുത്തത് സ്ട്രെങ്ത് ഓഫ് കണക്ഷൻസ്. അതില് കൂടുതൽ ഉപയോഗം ഓർമ്മ ശക്തിപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത്. ഇപ്പൊ ഫ്രീക്വന്റ്ലി യൂസ്ഡ് ഫോർ സ്ട്രോങ്ലി അസോസിയേറ്റഡ് കൺസെപ്റ്റ്സ് ഹാവ് സ്ട്രോങ്ങർ കണക്ഷൻസ്. റിഫ്ലക്ഷൻ, മെമ്മറി പ്ലാസ്റ്റിസിറ്റി ആൻഡ് ചേഞ്ചിങ് വിത്ത് എക്സ്പീരിയൻസ്. നമ്മൾ അതിനൊരു ഇത് പറയുകയാണെങ്കിൽ, നമുക്ക് നമ്മളെ ഫോണിന് ഒരു പാസ്വേഡ് ഒക്കെ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ
എപ്പോഴും എപ്പോഴും ഇങ്ങനെ നമ്മളത് യൂസ് ചെയ്താല് നമ്മളത് പെട്ടെന്ന് ഓർക്കുമല്ലോ. അതിനെയാണ് നമ്മൾ അങ്ങനെ ആവർത്തിച്ച് ഉപയോഗിക്കുന്ന കാര്യങ്ങളെ നമുക്ക് എപ്പോഴും ഓർക്കാൻ പറ്റും. വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ എന്നും പോണ വഴിയിൽ, നമ്മളിപ്പോൾ ഓഫീസിലോ അങ്ങനെയൊക്കെ പോണ സമയത്തുള്ള വഴിയിൽ എവിടെയെങ്കിലും ഉള്ള ഒരു കാര്യമാണെങ്കിൽ, അവിടെ നിന്ന് എന്തെങ്കിലും സംഭവിച്ചൊരു കാര്യം, അത് നമുക്ക് അതിലൂടെ എന്നും പോകുമ്പോൾ ഇവിടെ വെച്ചായിരുന്നു അത് നടന്നത്, ഇവിടെ വെച്ചായിരുന്നു അത് നടന്നത് എന്ന് എന്നും ഓർക്കണോണ്ട് തന്നെ ആ സംഭവം നമുക്ക് അന്ന് കഴിഞ്ഞ പോലെ തന്നെ ഓർക്കാൻ പറ്റും. നമ്മൾ എന്നോ ഒരു ദിവസം പോയ ഒരു വഴിക്ക് നടന്ന സംഭവം അത്ര തന്നെ നമുക്ക് ഓർക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് സ്ട്രെങ്ത് ഓഫ് കണക്ഷൻ. ഒന്നിനെ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഓർക്കുമ്പോൾ അതിനൊരു സ്ട്രെങ്ത് ഉണ്ട്. ഓക്കെ, പിന്നെ ഇത്രയേ ഉള്ളൂ ഇതിൽ പറയുന്നത് കേട്ടോ. ഇതൊക്കെ അതിൻ്റെ ഒരു എക്സ്ട്രാ സംഭവങ്ങളാണ്. ഇതില് നമുക്ക് കുറേ ശരിക്കും ഓരോരുത്തർക്കും ഓരോരുത്തരുടെ അനുഭവങ്ങളൊക്കെ പറയുമ്പം അതായിരിക്കും ഇതിനെ കണക്ട് ചെയ്യാൻ ഏറ്റവും എളുപ്പം എന്ന് എനിക്ക് തോന്നുന്നത്. ചർച്ചയാണ് കൂടുതൽ ഇതിൽ വേണ്ടത് എന്ന് തോന്നുന്നുണ്ട്. ഞാൻ എത്ര എടുത്തത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മളെ ഈ ബ്ലോക്ക് 1 4 ചാപ്റ്റേഴ്സിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് ഇത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഇതിനൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്കും പറയാം, ഇത് ഇങ്ങനെയല്ലേ അങ്ങനെയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഇത് മനസ്സിലാവും, അല്ല നമ്മൾ ഓർമ്മയിൽ നിൽക്കും. ഓക്കെ, ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയണേ. ഞാൻ എൻ്റെ ക്ലാസ്സിൽ, നമ്മളിപ്പോ ഒരു ക്ലാസ്സിൽ 40 കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഇവരെ പേരൊക്കെ ഓർത്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അതിന് ശ്രമിക്കാറില്ല. അപ്പൊ പക്ഷെ നമ്മള് പൊതുവെ പറയണമെന്നാണ്, നമ്മൾ നന്നായിട്ട് പഠിക്കണ കുട്ടീന്റെ പേരും നന്നായിട്ട് കളിക്കണ കുട്ടീന്റെ പേരും ഓർക്കുന്നുള്ളത്. ഞാനിതിങ്ങനെ വായിച്ച സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം ഇതാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഓർക്കുക ക്ലാസ്സിൽ നന്നായിട്ട് കളിക്കണ കുട്ടീന്റെ പേരാട്ടോ. കാരണം ആ കുട്ടീനെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കാനുണ്ടാവും. 2-3 പ്രാവശ്യം ഫസ്റ്റ് ദിവസം അവൻ കളിക്കുമ്പോൾ വിളിക്കും, എന്താടാ എന്റെ പേര് ചോദിക്കും. സെക്കൻഡ് ഡേയിൽ ചെല്ലുമ്പോഴും ചോദിക്കും നിന്റെ പേരെന്താ. അങ്ങനെ ഒരു 4 ദിവസം ചോദിക്കുമ്പോൾ ഇത് ബൈഹാർട്ടാവും. പിന്നെ അവൻ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വിളിക്കാനും ഉണ്ടാവും. അടങ്ങിയിരിക്കുന്നൊക്കെ പറയാൻ ആ പേര് വിളിക്കാണ്ടാവും. അപ്പൊ അവന്റെ പേര് നമ്മൾ കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കും. ഇത് തന്നെയാണ് ശരിക്കും നമ്മളെ ഷോർട്ട് ടേമിലും ലോങ് ടേമിലൊക്കെ സ്റ്റോർ ചെയ്യുന്നത്. നമ്മളെ മെമ്മറി എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു തിയറി. ഇനി ഓക്കെ, ഇനി ബാക്കിയുള്ളവർ. ഇപ്പൊ എത്രയും സമയം 37. ശരിക്കും 1/2 മണിക്കൂർ കൊണ്ട് ക്ലാസ് കഴിഞ്ഞു അല്ലേ? ഓക്കെ, നമുക്ക് ചർച്ചയാവാം. താങ്ക് യു, വളരെ നല്ല ക്ലാസ് ആയിരുന്നു. മനസ്സിലായോന്നൊന്നും എനിക്കറിയില്ല. മനസ്സിലായി കുറെ കാര്യം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനത് എടുത്തോണ്ട് കണക്ട് ചെയ്യാൻ പെട്ടെന്ന് പറ്റി. എപ്പിസോഡിക് മെമ്മറി, അതുപോലെ സെമാൻറ്റിക് മെമ്മറി ഒക്കെ ഇവിടെ ഈ ആളുകളൊക്കെ പറയുന്നത് ഒരേ കാര്യമാണ്. ഞാൻ ഇതിലൊരു നമ്മളെ ലാസ്റ്റില് സമ്മപ്പ് വന്നിട്ടോട്ടെ. നമ്മളെ ബുക്കിലെ സമ്മപ്പിൽ പറയണത് എന്താണെന്നറിയോ? ബുക്കിലെ ലാസ്റ്റ് പേജിലിട്ട് അതിൽ പറയണത്, in summary, there are many different theories and models of information processing that focus on different aspects of perceiving, remembering and reasoning. ഇതില് ഡിഫറെന്റ് തിയറീസ് ഒക്കെ പറയുന്നുണ്ട്. അതൊക്കെ എന്താണ് ഫോക്കസ് ചെയ്യണത്? നമ്മൾ എങ്ങനെ വിവരങ്ങൾ പെർസീവ് ചെയ്യണത്, റിമെമ്പർ ചെയ്യണത്, റീസണിങ് ചെയ്യണമെന്നൊക്കെ ഉള്ളതിലാണ് അതൊക്കെ ഫോക്കസ് ചെയ്യണത്. പിന്നെ ഓൾമോസ്റ്റ് ഓൾ ഐഡിയാസ് റിലേറ്റഡ് ടു ഹൗ ഇൻഫർമേഷൻ ബിക്കംസ് സ്റ്റോർഡ് ഇൻ മെമ്മറി എന്നാണ്. എല്ലാം പറയണത് എന്താണ്? ഒരേ ഐഡിയ ആണ്. എന്തിനുള്ള? നമ്മൾ ഇൻഫർമേഷൻസ് എങ്ങനെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യണത്, നമ്മളെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യണത് എന്നുള്ളൊരു ഐഡിയ ആണ് ഈ ആളുകളൊക്കെ പഠനം നടത്തിയിലൂടെ പറയണത്. പിന്നെ അവര് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് അഗ്രിമെന്റ്സ് ഈസ് ദാറ്റ് എലാബറേഷൻ ഈസ് ദ എ കീ ഓഫ് പെർമനന്റ്ലി സ്റ്റോറിങ് ഇൻഫർമേഷൻ ഇൻ എ വേ എന്ന് പറഞ്ഞാല് നമ്മള് എല്ലാരും അഗ്രിമെന്റ് ചെയ്യണ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എലാബറേഷൻ ആണ് പെർമനന്റ്ലി ഒരു ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാനുള്ള കീ. നമ്മൾ പെർമനന്റ്ലി ഒരു കാര്യം, ഒരു ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യണമെങ്കിൽ അതിനെ എലാബറേറ്റ് ചെയ്യുക, റിഹേഴ്സൽ ചെയ്യുക. ഇതാണ് ഈ പറഞ്ഞ ആളുകളൊക്കെ കണ്ടെത്തിയ തിയറിയിൽ ഉള്ളത്. പിന്നെ മോസ്റ്റ് തിയറീസ് ഹോൾഡ് ദാറ്റ് ദ മൈൻഡ് കണ്ടെയ്ൻസ് സം ടൈപ്സ് ഓഫ് ഫ്രെയിംവർക്ക് ഇൻ ടു വിച്ച് ന്യൂ ഇൻഫർമേഷൻ ഈസ് പ്ലേസ്ഡ്. പിന്നെ എല്ലാ തിയറീസും ഹോൾഡ് ചെയ്യണത് എന്താണ്? നമ്മളെ മൈൻഡിന് ഈ ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ ഒരു
ടൈപ്പ് ഓഫ് ഫ്രെയിം വർക്ക് നടത്തുന്നുണ്ട് നമ്മളെ മൈൻഡ് എന്നുള്ളതാണ്. അതാണ് നമ്മൾ ഷോർട്ട് ടേം ലോങ് ടേം എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങളാണ് എല്ലാ തിയറിയിലും ഉള്ളത്. ഓക്കെ, ലെറ്റ് us ഡിസ്കസ്. എക്സാമ്പിൾസ് വെച്ച് അത്യാവശ്യം നന്നായിട്ട് തന്നെ നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ് ഫോർ ദാറ്റ്. കാരണം പറഞ്ഞ കൺസെപ്റ്റ്സ് ഒക്കെ അത് കൃത്യമായിട്ട് തന്നെ നല്ല ക്ലിയർ ആയിട്ട്, കാരണം അതിന് വേണ്ടത് റിയൽ ലൈഫ് എക്സാമ്പിൾസ് ആണ്. അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കാരണം ആ കിട്ടിയ വോളിയം എൻ്റെ ഒരു ഇതില്, ഞാൻ എന്റെ പെർസ്പെക്റ്റീവിലാണ് പറയണത്, അത് നല്ല ക്ലിയർ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത്. ഓക്കെ, താങ്ക് യു. ഇനി അതിൽ ഓരോരുത്തർക്ക് വേണമെങ്കിൽ റൈസ് ചെയ്ത് ഇതൊക്കെ പറയാം, ഹാൻഡ് റൈസ് അല്ലേ? ചെയ്തിട്ട് കാര്യമായിട്ട് സംസാരിക്കലായിരിക്കും നല്ലത്. എങ്ങനെ? അതായത് ഹാൻഡ് റൈസ് ചെയ്ത് അവർക്ക് സംസാരിച്ചോട്ടെ, ഓരോരുത്തർ സംസാരിക്കാനുള്ളവര്. യെസ്. ഇന്ദു മാഡം. Hi. Actually, you people are speaking in Malayalam, so I am a North Indian and recently shifted to Trivandrum, so Malayalam totally ille. So just listening through caption. So Yeah, you can read those, right? So by reading the same, plus this PPT will be shared right now. So through that also you'll be given a clear picture. Plus what all you have to comment, what all you have to supplement, you can do that. Okay, because I'm a businesswoman and I'm a 56-year-old, and now in a retiring situation. I did my master degree in commerce a long back. Okay, so now psychology is my interest, so I take an admission in that. So let us see how successfully I can do this. Thank you. Hello. Okay. Good luck. Thank you. സിന്ധു മാം, അതൊന്ന് എന്താ പറയാ, റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യോ?